നമസ്കാരം. ഞാൻ ശശികല ശശികുമാർ. കലാരവത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അന്യം നിന്ന് പോകാറായ ഒരു ക്ഷേത്ര കലാരൂപമാണ് പുള്ളുവൻ പാട്ട്. ഞങ്ങളുടെ പാട്രാക്കിലെ തൊട്ടടുത്തുള്ള കാച്ചാനപ്പള്ളി അമ്പലത്തിൽ എല്ലാ ശനിയാഴ്ചയും സർപ്പക്കാവിന് മുന്നിലായി സർപ്പപ്പാട്ട് പാടുന്ന ആ ഒരു ചേച്ചിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ചേച്ചിയുടെ പേര് രത്നവല്ലി. അപ്പം നമുക്ക് ചേച്ചിയോട് തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. ചേച്ചീനെ ഞാൻ എല്ലാ ശനിയാഴ്ചയും ഇവിടെ കാണുന്നുണ്ട്. അയ്യപ്പൻകാവ് ആയതുകൊണ്ട് ശനിയാഴ്ചയാണല്ലോ കൂടുതൽ തിരക്കൊക്കെ വരുന്നത്. അപ്പൊ ഇവിടെ സർപ്പക്കാവുണ്ട്. അപ്പൊ ഈ സർപ്പപ്പാട്ട് ചേച്ചി പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു അറിവാണോ ഈ പാട്ടിലേക്ക് വരാൻ കാരണം? കാരണവന്മാരായിട്ട് അച്ഛനും അമ്മ ഒക്കെ എല്ലാവരും ഈ തൊഴിൽ അറിഞ്ഞ കുലത്തൊഴിലാണ്. അപ്പൊ എൻ്റെ മക്കളെ രണ്ടുപേരും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളിൽ ഇളയ ആൾ പാടാൻ പോകുന്നുണ്ട്. മൂത്ത മോളെ കെട്ടിച്ചു വിട്ടു. അപ്പോൾ അതുകൊണ്ട് മൂത്ത മോള് പോണില്ല. ഞാൻ അമ്പലങ്ങളിൽ വീടുകളിൽ ഒക്കെ പോയി നമ്മളിങ്ങനെ സർപ്പം പാട്ട് നടത്തുന്ന ഒരാളാണ്. വീടുകളിലും പോവാറുണ്ട്. ആൾക്കാർ വിളിക്കും. പിന്നെ മുമ്പത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ കാണാറുണ്ട് ഇടയ്ക്കൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് വീടുകളിൽ നമ്മളെ വിളിക്കാറുണ്ട്. നമ്മൾ കർക്കിടക മാസത്തിൽ പോകും. ചിങ്ങമാസത്തില് പിന്നെ ഉത്രാടത്തിന് കുറെ വീടുകൾ എനിക്ക് പാടാനുണ്ട്. അല്ലാതെ എല്ലാ മാസവും 1-ാം തീയതി പാടുന്ന വീടുകളുണ്ട്. മാസം തോറും ആഴ്ച തോറും ഞായറാഴ്ച ദിവസങ്ങളിൽ പോണ വീടുകളുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പോയി പാടുന്നതാണ്. ഒരു കുടുംബങ്ങൾ നമുക്ക് അങ്ങനെ പാടാൻ പോവാറുണ്ട്. ഇത് പാടാൻ ഉപയോഗിക്കുന്ന ഈ ഉപകരണത്തിന്റെ പേരെന്താ? ഇത് പുള്ളൂർക്കുടം, മൺകുടമാണ്. മൺകുടം. ചെമ്പോടം ഉണ്ടാക്കുന്നവരുണ്ട്, അല്ലാത്ത സ്റ്റീൽ കുടമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ മൺകുടമാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇത് മൺകുടമാണ്. ഇത് നൻപലക. ഇത് പുള്ളൂർക്കുടം. ഇത് നൻപലക. ഇത് വായണം. എന്താണ് വായണം? ശരി. ഇത് കല്ലല്ല അല്ല, മരമാണ്. പുളിയുടെ മരം. ഓ ശരി. ഇതുകൊണ്ടാണ് അതില് കൊട്ടുന്നത്. ഇത് നോക്കട്ടെ, മണ്ണിന്റെ ഇതിങ്ങനെ കാണുമ്പോ മണ്ണാണെന്ന് തോന്നുന്നു. ഇതിലിത് എന്താ? ഇത് തോല്. എന്തോ ഹോൾ ഉണ്ടാക്കിയിരിക്കുക. ഇത് ഇങ്ങനെ തുളയ്ക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ. ശരി. ഇത് വീട്ടിലുണ്ടാക്കണതാണോ? അതോ ഉണ്ടാക്കണതാണ്? നിങ്ങളുടെ വീട്ടിലുണ്ടാക്കണ? എന്റെ ഭർത്താവ് ഉണ്ടാക്കും. അതെ. അപ്പൊ ഇത് എന്തിന്റെ തോല? ഇത് നമ്മള് ചെണ്ടക്കാരോട് വാങ്ങിക്കുന്ന തോലാണ്. അതെ. അതെന്ത് തോലാന്ന് നമുക്കറിയില്ല. ചെണ്ടക്കാരെടുത്ത് മേടിക്കുന്നത്. അതാണ് ഇപ്പൊ ഈ ശബ്ദം ഉണ്ടാവണത്. ശബ്ദം ഉണ്ടാവുന്നത് ഈ നൂലിലാണ്. അതായത് നമ്മൾ ഇങ്ങനെ ഇത് എടുക്കുമ്പോ ഇതിന്റെ ഇത്രയും ഭാഗം നമ്മൾ എടുത്ത് കളയണം. റൗണ്ട് ഇത്രയും ഭാഗം എടുത്ത് തൊലി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം. കുതിർത്തിയെടുത്തിട്ട് ഇത് പൊതിയണമെങ്കിൽ ഒരു ചടങ്ങ, ഒരു ദിവസം മുഴുവൻ വേണത്. ഇത് മുറുകണത് എങ്കിലാണ് നമുക്ക് ഈ നൂലിട്ട് കൊട്ടുമ്പോൾ നമുക്ക് സൗണ്ട് കിട്ടും. ഇത് ഈരയാണോ? അല്ലേ, കട്ടി കൂടിയ ഈര. വീട്ടിലെ ഹസ്ബൻഡ് ഉണ്ടാക്കും. വേറെ ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കില്ല. നമ്മള് ഇങ്ങനെ ഇതിപ്പോ എനിക്ക് മാത്രമേ ഉണ്ടാക്കുള്ളൂ. പിന്നെ മോക്ക് ഉണ്ടാക്കി കൊടുക്കും. ഞാൻ അനിയനെ കൊണ്ട് ഉണ്ടാക്കിച്ചോണ്ടിരുന്നത്. അപ്പൊ നമ്മളൊരു കുടം ഉണ്ടാക്കണേ ഇപ്പൊ 1000 രൂപ ചെലവ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വീട്ടില് ഭർത്താവ് ഉണ്ടാക്കി തരുമ്പോ അതിന് അത്രയും പൈസ ചെലവില്ല. മെറ്റീരിയൽ കോസ്റ്റ് ആണല്ലോ. അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഇത് എവിടേക്കും കൊണ്ട് നടക്കുകയാണോ? ബാഗിൽ വെച്ചിട്ട് പോവുക? എല്ലാ സ്ഥലത്തേക്കും ഇതും കൊണ്ടുപോകും. നമുക്കത് വിശ്വാസത്തിന്. പിന്നെ അമ്പലങ്ങളിലൊക്കെ നമ്മൾ വെക്കണ സ്ഥലങ്ങളുണ്ട്. നമ്മൾ പോകുന്നത് വെക്കാറുണ്ട്, ഇവിടെ വെക്കാറുണ്ട്. ദൂരേക്കൊക്കെ പോവാണെങ്കിൽ വെച്ചിട്ട് നമ്മൾ പോവാം. അപ്പൊ വേറെ സ്ഥലത്തേക്ക് പോകണമെന്ന് വീട്ടിൽ വേറെ കുടം ഉണ്ട്. അതല്ല, നമ്മൾ വേറെ വിശേഷമായിട്ട് എങ്ങോട്ടും പോവാണ്, ഇവിടുന്ന് പോവണ്ട വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് പോകും. അല്ലെങ്കിൽ നമ്മൾ വെച്ചിട്ട് പോകില്ല. ഇത് മൺകുടം ആയതുകൊണ്ട് പൊട്ടിപ്പോകും. അതാ ഞാൻ ട്രാവലിംഗിൽ അങ്ങനെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. ചേച്ചിയുടെ സ്ഥലം കോതമംഗലം, എറണാകുളം ജില്ല. കോതമംഗലത്തു നിന്നാണ് ഈ പാട്രാക്കിലേക്ക് വരുന്നത്. അപ്പൊ അവിടുന്ന് എത്ര നേരത്തെ പോരണം? 4 മണിക്ക് പോരും. ബസ്സുണ്ട്. 4 മണിക്ക് പോരെന്ന് പറഞ്ഞാൽ നമ്മള് ഓട്ടോറിക്ഷ വിളിക്കണം കോതമംഗലത്തേക്ക്. അതിന് വാരപ്പെട്ടി എന്ന് ഒരു സ്ഥലത്താണ് എൻ്റെ വീട്. ഓട്ടോറിക്ഷ വിളിച്ച് നമ്മൾ കോതമംഗലത്ത് വരണം. അവിടുന്ന് 4 മണിക്ക് 4:30 ഒരു വണ്ടിയുണ്ട്. അതിനാണ് നമ്മളിവിടെ വരുന്നത്. 6:30 ആകുമ്പോൾ ഇവിടെ എത്തും. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ അമ്പലങ്ങളില്ലേ? അമ്പലങ്ങളിലുണ്ട്. അവിടെ നമ്മൾ ഓരോ വിശേഷങ്ങൾക്ക് പോകും. അതല്ലാതെ കണ്ട് ആൾക്കാരുണ്ട് അവിടെ പോകുന്നവർ. സ്ഥിരം നമ്മൾ പോണേക്ക് മുമ്പ് പോയി പിടിച്ചവരാണ്. അപ്പൊ പിന്നെ നമ്മളെ അവിടെ ഇരുത്തില്ല. അങ്ങനെ നമ്മൾ കൊന്നു. അപ്പൊ ഈ ശനിയാഴ്ച ഇവിടെ വരും. ബാക്കി വേറെ അമ്പലങ്ങൾ തൃശ്ശൂർ ഒന്നും ശിവന്റെ അമ്പലത്തില് തിങ്കളാഴ്ച ദിവസം, കുട്ടംകുളങ്ങര വിഷ്ണുവിന്റെ അമ്പലത്തില് വ്യാഴാഴ്ച ദിവസം, മതിക്കുന്നില് ദേവീക്ഷേത്രമാണ്. ഞായറാഴ്ച പോകും, ബുധനാഴ്ച പോകും. പിന്നെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകും. അപ്പൊ ഒരുവിധം ആഴ്ചയിലെ എല്ലാ ദിവസവും തൃശ്ശൂർക്ക് വരുന്നുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ളൊരു ഇത് കിട്ടുന്നുണ്ട്. ഇതില്
പുള്ളുവൻ പാട്ട് എന്ന് പറയുന്നത് സർപ്പങ്ങൾക്ക് അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി നാവൂറ് പാട്ട് ഇതൊക്കെ അല്ലേ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? സർപ്പങ്ങളെ നമ്മൾ പ്രീതിപ്പെടുത്തുകയാണ്. അപ്പൊ അതിന് നാവൂറ് പാട്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നാവൂറ് കണ്ണ് നാമദോഷ പേടികളൊക്കെ തീരാൻ വേണ്ടി അങ്ങനെ പാടും. പിന്നെ വലിയ ആൾക്കാർക്ക്, മംഗല്യം നടക്കാത്തവർക്ക്, മക്കളില്ലാത്തവർക്ക്, കുടുംബത്തെ ദോഷങ്ങൾ തീരാൻ വേണ്ടി അങ്ങനെയൊക്കെ നമ്മൾ പാടണം. പിന്നെ കുടുംബത്തിൽ വന്ന് പാടുന്നത് നമ്മളെ കുടുംബത്തിൽ ചെന്ന് പാടിയാൽ അവരുടെ പകുതി ദോഷങ്ങൾ മാറി ഐശ്വര്യം ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ ഐതിഹ്യം പറയുന്നത്. നമ്മൾ പറയുന്നതല്ല, ഐതിഹ്യങ്ങൾ പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മളെ വിളിക്കും, നമ്മളതനുസരിച്ച് പോകും, പാടും. അപ്പൊ വീട്ടിലിപ്പോ കുട്ടികൾ ഉണ്ടാവണില്ല കല്യാണം കഴിഞ്ഞ, അപ്പൊ നിങ്ങളെ വിളിച്ച് പാടിക്കുമ്പോ അതിന്റെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്. അങ്ങനെ നമ്മൾ പുള്ളോർക്കുടം നിറയ്ക്കാൻ പറയും. അങ്ങനെ ഈ പുള്ളോർക്കുടം നിറയ്ക്കാന്ന് പറഞ്ഞാൽ അത് ഈ ഇതിനകത്താണ് നിറയ്ക്കണത്. അതെന്താ? അരിയാണ് നിറയ്ക്കണത്. ശരി. മക്കളില്ലാത്തവർക്ക്, മംഗല്യം നടക്കാത്തവർക്ക് നിറയ്ക്കണത് അരിയാണ്. ഈ കുടത്തില് അരി നിറയ്ക്കും, അരി നിറയ്ക്കണത്. എന്നിട്ട് നിങ്ങൾക്ക് തരും. അങ്ങനെയാണ്. അതെന്ന് വെച്ചാൽ ഇതിനേക്കാളും വലിയ കുടാണ് പാലക്കാടുകാർ നിറയ്ക്കണത്. ചെറിയ കുടാണ് നിറയ്ക്കുന്നത്. അപ്പൊ അത് ഇതിനകത്ത് അരി നിറയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിറച്ച അരി, പച്ചക്കറി എല്ലാം ഒരേ കൂട്ടം. പിന്നെ ദക്ഷിണ, നമ്മൾ മനസ്സറിയാത്ത ദക്ഷിണ തരുവാണ്. ഞങ്ങൾക്ക് തന്ന കുടം നിങ്ങൾ വിലക്ക് എടുക്കുകയാണ്. അത് ശരി. കുടം നിങ്ങൾ വിലക്ക് എടുത്തിട്ട് ഇതിനകത്ത് ഇത് അരി നിറച്ച് ആ സാധനങ്ങളെല്ലാം, ഡ്രസ്സ് ഇതെല്ലാം കൂടെ നമുക്ക് തന്ന് തിരിച്ച് എന്നെ ഏൽപ്പിക്കുകയാണ്. ആ തിരിച്ച് എന്നെ ഏൽപ്പിച്ചാലാണ് നിങ്ങളുടെ ഇത് തീരുള്ളൂ, നിങ്ങളുടെ വഴിപാട് ഇത് സമർപ്പണമാവുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യും. കുടം നിറയ്ക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അപ്പൊ നിങ്ങൾ പാടും ചെയ്യും അവിടെ? നമ്മൾ കളം വരയ്ക്കും. കളം വരയ്ക്കുന്നുണ്ട്. ചെറിയൊരു കളം വരച്ചിട്ട് അതിനകത്ത് പാടി ആദ്യം നമ്മൾ പാടും. ഗണപതിക്ക്, സരസ്വതിക്ക്, സർപ്പത്തിന് പാടും. അത്രയും പാടിയിട്ടാണ് കുടം നിറയ്ക്കുന്നത്. അത് ശരി. കുടം നിറച്ചതിന് ശേഷം പിന്നെ നാവൂറ് പാടും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ നാവൂറ് പാടുന്നത് ശരിക്കും കുട്ടികൾക്ക് എന്തിനു വേണ്ടിയിട്ടാ? കണ്ണ് നാമദോഷ പേടിയൊക്കെ തീരാൻ വേണ്ടി, പേടി തീരാൻ, ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി, ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്യണം. പിന്നെ കുട്ടികളുടെ വിദ്യക്ക് വേണ്ടിയിട്ട് അക്ഷരവിദ്യക്ക് പാടിക്കും. മംഗല്യം നടക്കാത്തവർക്ക് അതങ്ങനെ പാടിക്കും. അതിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ വീടുകളിലേക്ക് വിളിക്കുന്നുണ്ടോ, അതോ നിങ്ങളുടെ നാട്ടിൽ മാത്രമേ? എല്ലായിടത്തും വീടുകളിൽ വിളിക്കേണ്ടത്. ഇന്ന് ചെമ്പുക്കാവിന്റെ അടുത്ത് നിന്നാണ് ഒരു കുട്ടിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു നാവൂറ് പാടാനായിട്ട്. അപ്പൊ അവിടുത്തെ മോൻ ആദ്യം എന്നെ വിളിച്ചെനിക്ക് കുടം നിറച്ച അരി തന്നതാ. അവര് ആര് പറഞ്ഞിട്ടാന്നറിയില്ല, അവരെന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇവിടെ വന്ന് വിളിച്ച് വീട്ടിൽ ചെല്ലാവോന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ചെന്നു. അവരൊരു കുട അരി ദക്ഷിണയൊക്കെ തന്ന് ഡ്രസ്സൊക്കെ തന്ന് തന്നെ വിട്ടു. ആ മോൻ പഠിച്ച് 10ാം ക്ലാസ്സിൽ ജയിച്ചു, ഫുൾ മാർക്കോടുകൂടി. അതിൽ പിന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആഗസ്റ്റ് 15-ന് അന്ന് ചെറിയ കുട്ടിക്ക്, മോൻ്റെ ചെറിയ കുട്ടിക്ക് നാവൂറ് പാടാൻ പറഞ്ഞ് വിളിച്ചു. ഞാൻ ചെന്നു, നാവൂറ് പാടി ഒരു ചരട് ജയിച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു. ഇവിടെ ദക്ഷിണ തന്നു, ചരട് വാങ്ങിച്ചു. അവിടെ നിന്ന് എനിക്ക് 501 രൂപ ദക്ഷിണ തന്നു. ഇവിടെ നാവൂറ് പാടി. അങ്ങനെയൊക്കെ ആൾക്കാർ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. ഇതിലിപ്പോ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ കുറേ ഇല്ലോ പാടാൻ തുടങ്ങിയിട്ട്. മറക്കാൻ പറ്റുന്ന പറഞ്ഞാൽ കല്യാണം നടക്കാതെ 20 വർഷം കൂടി പാലക്കാട് തമിഴനാണ്. 20 വർഷം കൂടി ഇവർക്ക് മക്കളുണ്ടായില്ല. ഒരു മണ്ണാറശാലയിൽ പോയി ഉരുളി അമർത്തി ചെയ്യാത്ത വഴിപാടുകൾ ഒന്നുമില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ അവര് 20 വർഷമായിട്ടും കുട്ടികൾ ഉണ്ടാവാൻ വെച്ചാൽ ഞാൻ കുട്ടംകുളങ്ങനെ പാടിക്കൊണ്ടിപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, പിന്നെ കുട്ടികൾ ഉണ്ടാവണില്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു വഴിപാട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. വഴിപാട് പറഞ്ഞു, പാടി ആ വഴിപാട് പറഞ്ഞു. ഇവർ പോയി 2 മാസമായിട്ടും വിശേഷമായി. എനിക്ക് ദക്ഷിണ അവരവിടെ കൊണ്ടു തന്നു. അത് കഴിഞ്ഞ് ഈ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാനന്ന് പോകുന്നത് പാടിക്കൊണ്ടപ്പോൾ അവർ കൊണ്ടിങ്ങനെ നടക്കിയ കൊണ്ടുവന്ന് കിടത്തി, വെയിലത്ത് കൊണ്ടു കിടത്തി. അമ്മയാണ് ഇതിൻ്റെ ആള്, അതുകൊണ്ട് അമ്മയെ എടുത്ത് തന്നാലും ഞങ്ങൾ ഇത് കൊണ്ടുവന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ കൊണ്ടു കിടത്തി. അത് കഴിഞ്ഞ് ഞാൻ അതിനെടുത്ത് അവരെ കൈ കൊടുത്തു. അങ്ങനെ എല്ലാ വർഷവും ആ കൊച്ചിൻ്റെ പിറന്നാളിന് എനിക്ക് ഡ്രസ്സും പൈസയായിട്ട് അവർ വരും. ശരി. അപ്പൊ അമ്പലത്തിലാണ് പാടി? വീട്ടിലല്ല? അല്ല, വീട്ടിലല്ല, അമ്പലത്തിൽ വന്നവരോട് നമ്മൾ പറഞ്ഞു വിടും. അപ്പൊ അവർക്ക് ഇങ്ങനെ ഓരോ ഇത് നടക്കുമ്പോൾ അവർ വീട്ടിലേക്ക് വിളിക്കും നമ്മളെ. ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പോയി പാടാറുണ്ട്, മുസ്ലിങ്ങളുടെ വീട്ടിൽ പോയി പാടാറുണ്ട്, ചെയ്യാറുണ്ട്. അവർക്കൊക്കെ വിശ്വാസമുള്ളവരാണ്. ഓരോ അനുഭവങ്ങൾ നമ്മളെ വിളിക്കാറുണ്ട്, നമ്മൾ പോയി പാടാറുണ്ട്. ഓരോന്നിനും ഓരോ തരം പാട്ടാണ്, ഓരോ കാര്യങ്ങൾക്കായിട്ട്. കുട്ടികളുണ്ടാവാൻ വേറെ പാട്ടാണ്. അപ്പൊ ഇനി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സർപ്പത്തിന്റെ ദോഷം തീരാനായിട്ട്
ഹരിഹര നമ ശിവ ശിവനേ നാരായണ ഗിരിസുത മകനായ ഗണപതിയെ ശരണ വിളക്കുന്നറ അഷ്ടമംഗല്യവും മറക്കാതെ വാചുകേണ ബാധിക്കാതരാൽ പരമശിവ ഗുരുവരനെ വരമരുളുക ദൈവമേ ഉണർത്തിച്ച് സങ്കടം തീർത്തുകാടാക്ഷിക്ക വേണമേ കരുണവാരുതേ കൃഷ്ണ കൃപ ഇവർക്കേ ഗണം കരുണയോടാനുഗ്രഹം തരുവാൻ കൈതൊഴുന്നീൻ നാഗരാജാവിന്റെ തിരുനടയിൽ പാടിച്ച് ഈ മകനുടെ ദേഹത്തെ കാക്കണേ വിഘ്നങ്ങളകറ്റണേ വിഘ്നേശ്വര ഭഗവാനെ നന്മ കൊടുക്കണേ കാവിൽ ഭഗവതി എന്തെല്ലാം ഏതെല്ലാം പൂണമർദേ തീവർക്ക് ചെന്നല്ലിൻ അരി 100 ചെറുകോടി മഞ്ഞള് ചെന്നല്ലിൻ ചെങ്കോറുമ്പാൽ ചെങ്കതളി പഴങ്ങൾ 7 ശർക്കരയും പശുവിൻ പാല് ഇവയഞ്ചും കൂട്ടിയാണ് ഊണമർദേ തീവർക്ക് വെള്ള 100 പാല് മഞ്ഞ 100 പാല് ഇമ്പമായി കൈക്കൊള്ളൻ നാഗദൈവങ്ങളെ കോടിപ്പുടവ മണിത്തട്ടുടുത്തു കോരി കൊടുക്കുന്നു 100 പാലമർത് കൈത്തിരി കൊൽത്തിരി കത്തിച്ചു വെക്കുമ്പോൾ ഇമ്പമായി കൈക്കൊള്ളൻ നാഗദൈവങ്ങളെ മോതിരാമിട്ട വിരൽ കൊണ്ടുവാവുത്തി മോഹിച്ച മങ്കമാർ വായ്ക്കുരവാ പുഷ്പവും നീരുമായി കോരി വലം വെച്ച് പുഷ്പമിട്ടാതരാൽ കൈവണങ്ങുന്നേൻ സന്തതിയെ രക്ഷിച്ച് തറവാടി രക്ഷിച്ച് ചിത്രകുടാമതിൽ പൊക്കോ വസിച്ച് അൻപിനോടി കഥ പാടി സ്തുതി ചെയ്യുമ്പോൾ നന്മ കൊടുക്കണേ സർപ്പാകുലങ്ങൾക്ക് സന്തതികൾക്കും ആയുസ്സുണ്ടാകണം ആരോഗ്യം നൽകണം രോഗശാന്തി സമാധാനം നൽകണം ആദിത്യനുണ്ണി ഭഗവാനെ പോലെയും അഴകുവായസും ഒരുപോലെ വാഴണേ. ഒരിക്കലും അന്യം നിന്ന് പോവാതിരിക്കുന്നതിന് വേണ്ടിയും പുതുതലമുറയ്ക്ക് ഒരു പ്രചോദനമാകുന്നതിന് വേണ്ടിയുമാണ് ഞാൻ ഇത്തരം കലാരൂപങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. കലാരവത്തിൽ പുതിയ ഒരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.